പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരിൽ കരുതുന്ന സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച സർവശക്തനായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ആശിഷ് എബ്രാഹാം. ഞാൻ കോട്ടയം കട്ടച്ചിറ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 ജൂലൈ 7-ാം തീയതിയാണ്. പക്ഷെ അതിനു മുമ്പ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. എൻ്റെ സഹോദരങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ അന്ന് അതൊന്നും വലിയ കാര്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അവരെനിക്ക് സാക്ഷ്യങ്ങൾ അയച്ചു തന്നെങ്കിലും മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തന്നെങ്കിലും ഞാൻ അതൊന്നും ചെല്ലുകയോ സാക്ഷ്യങ്ങൾ കേൾക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കൃപാസനത്തിൽ വരാനുണ്ടായിരുന്ന സാഹചര്യം, എനിക്ക് വിവാഹം കഴിഞ്ഞിട്ട് 8 വർഷമായിട്ടും കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ ചേച്ചി എന്നോട് എപ്പോഴും നിർബന്ധിക്കുമായിരുന്നു, നീ കൃപാസനത്തിൽ വരണം, ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം, മാതാവ് നിനക്കൊരു കുഞ്ഞിനെ തരുമെന്ന്. ഞാൻ അന്ന് അതൊന്നും കാര്യമാക്കില്ല. കാരണം അതിന് മുമ്പ് ഞാൻ ട്രീറ്റ്മെൻറ്റിന് പോയപ്പം ഡോക്ടേഴ്സ് പലപ്പോഴും എന്നോട് പറഞ്ഞത്, നിനക്കൊരു കുഴപ്പമില്ല, കുഞ്ഞുങ്ങളുണ്ടായിക്കോളും എന്നാണ് പറഞ്ഞത്. ഞാൻ അത് കാര്യമായിട്ട് എടുത്തു. പിന്നീട് ഞാൻ സൗദിയിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ്. പിന്നീട് എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നു കഴിഞ്ഞപ്പോൾ ഞാനിവിടെ വന്ന് 2022 ജൂലൈ 7-ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തെങ്കിലും എൻ്റെ ആദ്യത്തെ ഉടമ്പടി പൂർത്തിയാക്കാനായിട്ട് എനിക്ക് സാധിച്ചില്ല. കാരണം എനിക്കന്ന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഒരു കാലിന് മുട്ടിന് സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഞാൻ ആ ഉടമ്പടി പൂർത്തിയാക്കാതെ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ പത്രങ്ങളൊക്കെ ഞാൻ വിതരണം ചെയ്തിരുന്നു, പ്രാർത്ഥനയൊക്കെ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 2023 ആയപ്പോഴത്തേക്ക് എനിക്കൊരു കുഞ്ഞുങ്ങളില്ലല്ലോ, 9 വർഷമായി അന്നേരത്തേക്കും കുഞ്ഞുങ്ങളില്ലാതായിട്ട്. എനിക്ക് 38 വയസ്സായി. അപ്പോൾ ഉടമ്പടി കുഞ്ഞുങ്ങളില്ലല്ലോ എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് നാട്ടിലെത്തി. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട്, ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചു. പക്ഷെ പല കാരണങ്ങളാലും എനിക്ക് ഉടമ്പടി ഇവിടെ വന്ന് പുതുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാൻ ഒരു വട്ടം ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയെങ്കിലും എനിക്ക് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെ ഞാനൊരു ട്രീറ്റ്മെൻറ്റ്, ഒരു ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ പോയി ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവരെനിക്ക് ഓവുലേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാനുള്ള ടാബ്ലറ്റ് തന്നെങ്കിലും ഒരു വട്ടം പോലും ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അങ്ങനെ അവരെന്നോട് പറഞ്ഞു, നിനക്കിപ്പോൾ വയസ്സ് ഒത്തിരി 38 വയസ്സ് കഴിഞ്ഞു, അതുകൂടാതെ നിങ്ങൾക്കുണ്ടാകുന്ന ഓവത്തിൻ്റെ ക്വാളിറ്റിയും വളരെ കുറവാണ്, നമ്പർ ഓഫ് ഓവംസും കുറവാണ്, അതുകൊണ്ട് ബെറ്റർ നിങ്ങളൊരു IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായി ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഡോക്ടർ എനിക്കൊരു 10 ദിവസത്തെ ഇഞ്ചക്ഷൻ എഴുതി തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഇഞ്ചക്ഷൻ എടുക്കുക, നമുക്കൊരു സ്കാനും കൂടി ചെയ്ത് നോക്കാം, നിങ്ങൾക്കുണ്ടാകുന്ന ഓവത്തിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ IVF ചെയ്തിട്ട് കാര്യമുള്ളൂ, നിങ്ങൾക്ക് അതുകൊണ്ടേ സക്സസ് ആകുള്ളൂ, ഇല്ലെങ്കിൽ അത് IVF ഫെയിലിയർ ആയിപ്പോകും. ബെറ്റർ നിങ്ങൾ ഒരാളുടെ ഡോണറിൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓവം റിസീവ് ചെയ്തിട്ട് IVF ചെയ്യുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമുണ്ടായി. ഞാൻ അങ്ങനെ ആ IVF എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ മാഡത്തിനോട് ഡയറക്റ്റ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാഡം ഞാൻ അടുത്ത മാസം വരാം, ഞാൻ IVF ഇപ്പോൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എനിക്ക് IVF വേണ്ട, എനിക്ക് IVF കൂടാതെ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തരും എന്ന് പറഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. പക്ഷേ ഞാൻ ആ വീട്ടിൽ വന്നിട്ടും വീണ്ടും എനിക്കിവിടെ വന്ന് ഉടമ്പടി പുതുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഞാനൊരു ഹോമിയോ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഹോമിയോ ട്രീറ്റ്മെൻറ്റ് ആയപ്പോഴും അവരെന്നോട് പറഞ്ഞു, PCOS ആണ്, നിനക്ക് PCOSന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ PCOSന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഒറ്റമൂലി 2-3 വട്ടം എനിക്ക് തന്നു. അന്നേരം ഒന്നും എനിക്ക് ഒരു വട്ടം പോലും ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അപ്പോൾ എൻ്റെ മനസ്സിൽ മാതാവിനോട് ഉടമ്പടി എത്തിയാൽ എനിക്കൊരു കുഞ്ഞിനെ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം ഉറച്ചു വന്നു. ഞാൻ പലവട്ടം ഹസ്ബൻഡിനോട് പറഞ്ഞു, നമുക്ക് കൃപാസനത്തിൽ പോകാം, ഉടമ്പടി പുതുക്കാം, മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തരുമെന്ന്. എന്നാലും പല കാരണത്താലും അത് നീങ്ങിപ്പോയി. പിന്നീട് എൻ്റെ വാശിപ്പുറത്ത് ഞാൻ മമ്മിയും കൂട്ടി ഇവിടെ വന്ന് 2023 ഡിസംബർ 22-ന് ഞാൻ ഉടമ്പടി പുതുക്കി. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എല്ലാം സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ അന്ന് മുതൽ മാതാവിൻ്റെ തൈലം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ ഹസ്ബൻഡിന് പ്രാർത്ഥിക്കാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എന്നും വൈകുന്നേരം ഹസ്ബൻഡിനെ വിളിച്ച് എൻ്റെ കൂടെ ഇരുത്തി ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കുമായിരുന്നു. അങ്ങനെ അതുകൂടാതെ ഞാൻ പത്രം പലയിടത്തും വിതരണം നടത്തി. ഓട്ടോ സ്റ്റാൻഡുകളിലും എനിക്കറിയാത്ത മനുഷ്യരിലും എന്നെക്കൊണ്ട് അറിയാവുന്നതുപോലെ ഞാൻ മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. അതുകൂടാതെ എനിക്ക് പത്രം തരുന്നവരോട് ഞാൻ അങ്ങോട്ടും മാതാവിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. എൻ്റെ ഉടമ്പടി എന്നതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ മാതാവിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ആദ്യത്തെ 2 മാസവും ഞാൻ പ്രഗ്നൻ്റ് ആയില്ല. അത് 3-ാം മാസമായപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് അന്നേരം ഒരു ചെറിയ ബിസിനസ് ചെയ്യുകയായിരുന്നു. ആ ബിസിനസ് അന്നേരത്തേക്കും നഷ്ടത്തിലായി, കടങ്ങൾ ഒത്തിരിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ജോലിക്ക് പോകാൻ ഞാൻ തയ്യാറെടുത്ത് എൻ്റെ ബയോഡേറ്റയൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ ഇൻ്റർവ്യൂവിന് ഏജൻസിക്ക് കൊടുത്തു. എനിക്ക് ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടി. ഏപ്രിൽ മാസം പകുതി ആയപ്പോഴത്തേക്ക് എനിക്ക് ഡേറ്റ് കിട്ടി.
അത് കഴിഞ്ഞ് ഞാൻ മാതാവിനോട് പ്രത്യേകം ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, മാതാവേ എനിക്കൊരു കുഞ്ഞിനെ തരണം, കാരണം ഈ ഒരു മാസം കൂടെയേ ഉള്ളൂ, അടുത്ത മാസം എനിക്ക് ഇൻ്റർവ്യൂ ആണ്, ഇത് കഴിഞ്ഞ് ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ എനിക്ക് കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്കൊരു കുഞ്ഞുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം എന്നോട് ഡോക്ടർ നേരിട്ട് പറഞ്ഞു നിങ്ങൾക്ക് സാധാരണമായിട്ടൊരു കുഞ്ഞുണ്ടാകില്ല, അതുകൂടാതെ നിങ്ങൾക്ക് IVF ചെയ്താലും സക്സസ് ആവില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഒരു ഡോണറിൻ്റെ ഓവം ഇല്ലാതെ നിങ്ങൾക്ക് IVF ചെയ്തിട്ടും കാര്യമില്ല എന്ന് അവരെന്നോട് പറഞ്ഞതാണ്. അതുകൊണ്ട് എനിക്ക് മാനുഷികമായി എനിക്ക് ഒരു കുഞ്ഞുണ്ടാകാൻ ഒരു സാധ്യതയില്ല. അതുകൂടാതെ ഞാൻ ഒരു വട്ടം IUI ചെയ്തതാണ്. അന്ന് ഞാൻ മാതാവിൻ്റെ കാശ് രൂപം പിടിച്ചുകൊണ്ടാണ് IUI ചെയ്തത്. അപ്പോഴൊക്കെ എൻ്റെ വിചാരം മാതാവ് കാശ് രൂപം ഉണ്ടെങ്കിൽ എൻ്റെ IUI സക്സസ് ആകുമെന്ന്. പക്ഷെ ഞാൻ അന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ദൈവം എനിക്ക് ദൈവികമായിട്ടൊരു കുഞ്ഞിനെ തരാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ഞാനന്ന് മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ അതും എനിക്ക് ഡ്രോപ്പായി. ഞാൻ പിന്നെ എന്നും മാതാവിൻ്റെ തൈലം വയറ്റിൽ തൂത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ഒരാഴ്ച മുമ്പ് ഈസ്റ്റർ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം മാതാവിനും ഈശോയും കൂടെ എനിക്ക് ഉദരത്തിലൊരു കുഞ്ഞിനെ തന്ന് എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസങ്ങളിൽ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 4-ാം മാസമായപ്പോഴത്തേക്ക് എനിക്ക് വയറുവേദന ആരംഭിച്ചു. വയറുവേദനയായിട്ട് ഞാൻ പലവട്ടം ഹോസ്പിറ്റലിൽ ചെന്നെങ്കിൽ അവരെന്നോട് പറഞ്ഞു ഇതൊക്കെ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിട്ടു. പിന്നീട് എനിക്ക് വേദന കൂടുതലായി. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേന് അവരെന്നോട് പറഞ്ഞു ഒരു ഗ്യാസ്ട്രോ സർജനെ കാണും, ഈ വയറുവേദന എന്തുകൊണ്ടാണ് വരുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നീട് ഓരോ ആഴ്ചയും ഞാൻ ഈ ഗോൾ ബ്ലാഡർ സ്റ്റോൺ കാരണം വേദന കാരണം ഞാൻ അഡ്മിറ്റ് ആകാൻ തുടങ്ങി. 26-ാമത്തെ ആഴ്ചയായപ്പോഴത്തേക്ക് അവരെന്നോട് പറഞ്ഞു നിങ്ങളുടെ SGOT SGPT ഭയങ്കര ഹൈ ആണ്, പാൻക്രിയാറ്റൈറ്റിസ് ആണ്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടി വരും, കുഞ്ഞിനെയും വെളിയിലെടുക്കണം, 6-ാം മാസത്തിൽ ഗോൾ ബ്ലാഡറും എടുത്ത് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് കേട്ട് എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഹസ്ബൻഡ് അന്നേരത്തേക്കും ജോലി കെട്ടി വെളിയിൽ പോയിരുന്നു, എൻ്റെ മമ്മി മാത്രമേ കൂടുതലുള്ളൂ. ഈ 6-ാം മാസത്തിൽ കുഞ്ഞിനെ സർജറി ചെയ്തെടുത്ത് ഇങ്ങനെ കുഞ്ഞിനെ വളർത്തും, ആന്തരികാവയവങ്ങളൊന്നും വളർച്ച എത്തത്തില്ലാത്ത കുഞ്ഞിനെ എങ്ങനെ വളർത്തുമെന്നോർത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചു. അന്ന് ഡിസ്ചാർജായി ഞാൻ വീട്ടിൽ വന്ന് ആദ്യം ചെയ്തത് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. ഞാൻ ഇന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചോ അന്ന് മുതൽ എനിക്ക് പിന്നീട് ആ വേദന ഉണ്ടായിട്ടില്ല. 36-ാമത്തെ ആഴ്ചയിലാണ് എനിക്ക് ഡെലിവറി ആയത്. അവരെന്നോട് പറഞ്ഞു 36-ാമത്തെ ആഴ്ച ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, കാരണം സ്റ്റോൺ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ 36-ാമത്തെ ആഴ്ചയിൽ മാതാവ് എനിക്ക് ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. അവളുടെ പേരാണ് നോറ മറിയം പ്രിൻസ്. മറിയം എന്ന പേരിടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ഹസ്ബൻഡ് നോറ മറിയം എന്നാണ് പേരിട്ടത്. അതുകൂടാതെ എനിക്ക് SVTയുടെ ഒരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു, സുപ്രാവെൻട്രിക്കുലർ ടക്കിക്കാർഡിയ. അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് പാൽപിറ്റേഷനായി വന്നുകൊണ്ടേയിരുന്നു, പ്രഗ്നൻസിയിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടിരുന്നതാണ്. പിന്നീട് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തിരുന്നു. അതുകൂടാതെ ഡെലിവറി ആകാൻ വേണ്ടി അവർ അഡ്മിറ്റ് ചെയ്തതിൻ്റെ തലേ ദിവസം എനിക്ക് വീണ്ടും SVT ഉണ്ടായി. എന്നെ ഇപ്പം ഹോസ്പിറ്റൽ ഡെലിവറി റൂമിൽ അഡ്മിറ്റ് ചെയ്തു. എൻ്റെ ഹാർട്ട് റേറ്റ് 190 പോയി, കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് 180 അപ്പോഴത്തേനും അവർ പറഞ്ഞു നോക്കാം, നിനക്ക് അഡിനോസിൻ തരേണ്ടി വരും, അഡിനോസിൻ തന്നാൽ എന്താ സംഭവിക്കുകയെന്ന് അറിയില്ല, പെട്ടെന്ന് ഹാർട്ട് റേറ്റ് കുറയും, അതുപോലെ തന്നെ നിൻ്റെ ഹാർട്ട് റേറ്റും ഡ്രോപ്പ് ആകുന്നതിൻ്റെ ഒപ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റും കുറയും, എന്താ പറ്റുക എന്നറിയില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ മമ്മി ലേബർ റൂമിൻ്റെ വെളിയിലിരുന്ന് മാതാവിനോട് ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. വിത്തിൻ സെക്കൻഡ്സിൽ എൻ്റെ ഹാർട്ട് റേറ്റ് 90 കുറഞ്ഞു. ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് നോർമൽ ഡെലിവറിയിലൂടെ മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞങ്ങളുടെ അടുത്ത് മെൻ്റലി ചലഞ്ചിലായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് എല്ലാ മാസവും ഫുഡൊക്കെ വിതരണം ചെയ്യുന്നുണ്ട്. കൂടാതെ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ പൈസ കൊടുത്ത്, ഭവനമില്ലാത്തവർക്ക് ഭവനം വെക്കാൻ പൈസ കൊടുത്തു. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അനാഥ മന്ദിരത്തിൽ ചെറിയ പിള്ളേർക്ക് ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം വിതരണം ചെയ്യാൻ സാധിച്ചു. എനിക്കറിയാൻ മേലാത്ത ആളുകളിലേക്ക് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പത്രം വിതരണം ചെയ്യാൻ. പക്ഷേ പിന്നീട് ഞാൻ പത്രങ്ങളൊക്കെ വിതരണം ചെയ്യാൻ എൻ്റെ മനസ്സോടുകൂടി ഞാൻ പത്രം വിതരണം ചെയ്യാൻ സാധിച്ചു. മാതാവിനെക്കുറിച്ച് എനിക്കറിയാവുന്ന പോലെ ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് പത്രം തരുന്നവരോടും ഞാൻ എൻ്റെ അത്ഭുതങ്ങളെപ്പറ്റി എനിക്ക് മാതാവ് തന്ന അനുഗ്രഹങ്ങളെപ്പറ്റി ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് പ്രാർത്ഥനയിൽ എനിക്ക് ഒത്തിരി മുന്നോട്ട് വരാൻ സാധിച്ചു. നേരത്തെ കൊന്ത ചെല്ലാനൊക്കെ എനിക്ക് ഒത്തിരി മടിയായിരുന്നു. ഇന്ന് എല്ലാ ദിവസവും എനിക്ക് 153 മണി ജപം ചെല്ലാൻ സാധിക്കുന്നുണ്ട്. എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ സാധിക്കുന്നുണ്ട്. കുടുംബ പ്രാർത്ഥനകൾ മുടക്കാതെ ചെല്ലാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ പള്ളിയിൽ പോകാനും സാധിക്കുന്നു. കഴിയുന്ന ദിവസങ്ങളിലെല്ലാം എനിക്ക് പള്ളിയിൽ പോകാൻ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനയോടുള്ള ഇഷ്ടം എനിക്ക് ഓരോ ദിവസവും കൂടി വരുന്നുണ്ട്. അതുകൂടാതെ കുഞ്ഞുണ്ടാകാഞ്ഞപ്പോൾ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞായിരുന്നു ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്യാം നമുക്ക്, അതായിരിക്കും നല്ലതെന്നൊക്കെ പറഞ്ഞു. അതിൽ നിന്നെല്ലാം മാറി
ദൈവം എനിക്ക് ഒരു കുഞ്ഞിനെ ദൈവികമായി എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ വന്ന് പറയുന്നു. അതുകൂടാതെ അച്ഛനെയും വന്ന് കാണാമെന്നും എന്നോട് മമ്മി പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പൂർത്തിയാകാതെ ഞാൻ എങ്ങനെ അച്ഛനെ വന്ന് കാണുമെന്ന് ഞാൻ അന്നേരം വിഷമിച്ചു. കാരണം എനിക്ക് അച്ഛൻ്റെ മുമ്പിലോ ഈശോയുടെ മുമ്പിലോ നിൽക്കാൻ യോഗ്യതയില്ല. ഞാൻ എന്ത് പറഞ്ഞ് അച്ഛനോട് അനുഗ്രഹം ചോദിക്കും? അതുകൊണ്ട് അച്ഛൻ ഇവിടെ വന്ന് എല്ലാവരുടെയും തലയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ ഈ ചാപ്പലിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഞാൻ തല കുനിച്ചെടുത്തും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, അച്ഛനെ എല്ലാവരുടെയും തലയിൽ കുരിശ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതെൻ്റെ തലയിലും ആയിരിക്കണേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവ് എനിക്കൊരു കുഴപ്പമില്ലാണ്ട് എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് എൻ്റെ കാശ് രൂപം എനിക്ക് പിന്നീട് സർജറി ചെയ്യേണ്ടി വന്നു, ഗോൾ ബ്ലാഡർ എടുത്ത് കളയേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഞാനിവിടെ വന്ന് ഉടമ്പടി ജനുവരി 8-ാം തീയതി 2026 എനിക്ക് ഉടമ്പടി പുതുക്കാൻ സാധിച്ചു. എല്ലാവിധ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും ഞാൻ ഒത്തിരിയധികം നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 86, 9, 10 തിരുവചനങ്ങൾ. കർത്താവെ, അവിടുന്ന് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ കുമ്പിട്ട് ആരാധിക്കും. അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എന്തെന്നാൽ അങ്ങ് വലിയവനാണ്, വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു. അങ്ങ് മാത്രമാണ് ദൈവം. ആഷിഷ് എബ്രഹാം എന്ന ഈ മകളുടെ അതിശക്തമായ മരിയൻ ഇടപെടലിൻ്റെ ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത്. മകളുടെ വാക്കുകളിൽ 40 വയസ്സ് വരെ ഒരു കുഞ്ഞില്ലാതെ അവളുടെ ജീവിതം എങ്ങനെ പോയെന്നും ഏതൊക്കെ ചികിത്സകൾ തേടിയെന്നും ഓരോന്നും എങ്ങനെ പരാജയപ്പെടുകയും ഫലമില്ലാതാവുകയും കൂടുതൽ ക്ലേശത്തിലേക്ക് മകളെയും കുടുംബത്തെയും നയിച്ചുവെന്നും മകൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ഉടമ്പടി എടുത്ത ശേഷവും പല വഴികളിൽ മകളെ ചികിത്സ തേടി പോകുന്നുണ്ട്. അതും വീണ്ടും വീണ്ടും പരാജയത്തിലേക്ക് മാത്രം ചെന്നെത്തി. ഇനി തൻ്റെ ഓവം കൊണ്ട് തൻ്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞിനെ തനിക്ക് ലഭിക്കില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി കഴിയുമ്പോഴാണ് മകൾ ശരിക്കും മാതാവിലേക്ക് പൂർണ്ണമായി തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. സാധ്യതകളെല്ലാം തീർന്നു. ഇനി മുന്നോട്ട് ജീവിതത്തിന് ഒരു അഡോപ്ഷൻ മാത്രം വഴിയുള്ളൂ, അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും ഓവം സ്വീകരിച്ചുകൊണ്ടുള്ളൊരു കുഞ്ഞിനെ മാത്രമേ തനിക്ക് വളർത്തുവാൻ യോഗമുള്ളൂ എന്നൊക്കെ മനസ്സിലിങ്ങനെ പല കാര്യങ്ങൾ ചിന്തകളായി ഓടിക്കൂടുമ്പോഴാണ് മകൾ അവസാനം അതിനോടൊക്കെ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ പൂർണ്ണമായി ഉടമ്പടിയിലേക്ക് തന്നെ ചേർത്ത് പിടിക്കുവാൻ തയ്യാറാവുന്നത്. ഉടമ്പടി എടുത്തിട്ട് പലപ്പോഴും നമുക്കുള്ളൊരു പ്രവണതയാണ് ഉടമ്പടിയുടെ പ്രാർത്ഥനയും ജീവിതവും നയിക്കുമെങ്കിലും ഭൗതികമായ മറ്റ് കാര്യങ്ങൾ കൂടി പരീക്ഷിച്ചു കൊണ്ടിരിക്കും. ഒന്നെങ്കിൽ അതുവഴി ലഭിക്കും, ഇല്ലെങ്കിൽ ഉടമ്പടി വഴി ലഭിക്കുമെന്ന് രണ്ടും മിക്സ് ചെയ്ത് പോകുന്ന ഒരു രീതി പൊതുവെ നമ്മളിലുണ്ട്. ഉടമ്പടി കറയറ്റ വിശ്വസ്തതയുടെ ദൈവിക ഇടപെടലിൻ്റെ പദ്ധതിയാണ്. അത് ദൈവം അനുഗ്രഹിക്കുവാൻ ആഗ്രഹിച്ച് കൂടെ നിൽക്കുമ്പോൾ ദൈവത്തോടുള്ള വിശ്വാസത്തിലും വിശ്വസ്തതയിലും വെള്ളം ചേർക്കാതെ ജീവിക്കുവാനുള്ള തീരുമാനം, എല്ലാ സാധ്യതകളും അവസാനിച്ചുവെന്ന് ഉറപ്പ് വന്നാൽ പൂർണ്ണമായും വിട്ടുകൊടുത്ത് അതിനുവേണ്ടി ചേർന്ന് നിൽക്കണം. കാരണം അമ്മ മാതാവിലൂടെ ഈശോ നൽകുന്ന ഒരു അനുഗ്രഹത്തിന് മറ്റൊരു അവകാശം ഉണ്ടാവരുത്. അത് ദൈവം ഉടമ്പടിയിൽ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ദൈവാനുഗ്രഹത്തെപ്പോലും വളരെ ലഘുവായി കാണും, വില കുറച്ച് കാണും. ഞാൻ ചെയ്ത ആ മരുന്ന്, ആ ചികിത്സ, ആ ഇടപെടൽ, ഇൻ്റർവെൻഷൻ അതുകൊണ്ട് കിട്ടിയെന്ന് പറയുവാൻ നാളെ ഒരു കാലത്ത് സാധ്യതയുള്ളത് കൊണ്ട് വലിയ വലിയ അനുഗ്രഹങ്ങൾ ഉടമ്പടി പ്രകാരം അമ്മ നൽകുവാൻ ആഗ്രഹിക്കുമെങ്കിൽ അമ്മ പൂർണ്ണമായും നമ്മളിൽ നിന്നുള്ള കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിച്ചിരിക്കും. അതാണ് മകൾ ആ വാക്കുകളിൽ ഒടുവിൽ നമുക്ക് പങ്കുവെച്ചു തരിക. വീടിൻ്റെ ബിസിനസ് തകരുന്നു, നാട്ടിൽ പിടിച്ചു നിൽക്കുവാനാവാത്ത സാഹചര്യം എത്തുന്നു, വിദേശത്തേക്ക് പോയേ മതിയാവൂ, ജോലി എടുത്തേ മതിയാവൂ എന്ന അവസ്ഥ വരുന്നു. 1 മാസം 1.5 മാസത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകും മുമ്പ് അമ്മ ഇടപെട്ടാൽ മാത്രമേ കാര്യങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമായി കിട്ടുകയുള്ളൂ. ഉടനെ ഭർത്താവിനെ വിദേശത്ത് കൊണ്ടുപോകുവാൻ സാധിക്കാത്തത് കൊണ്ട് അങ്ങനെയാണ് മകൾ വന്ന് എല്ലാ വഴികളും അടഞ്ഞു കഴിയുമ്പോൾ ഉടമ്പടി പുതുക്കി അമ്മയുടെ അരികിൽ തന്നെ സമർപ്പിക്കുന്നത്. ആ മണിക്കൂറുകളിൽ മകൾ കടന്നു പോകുന്ന അമ്മയുടെ അരികിലേക്ക് തന്നെ ഉടമപ്പെടുത്തി കൊടുക്കുന്ന ശക്തമായ ഒരു സറണ്ടറിങ് ഉണ്ട്, ശക്തമായൊരു സറണ്ടറിങ്. അതാണ് അച്ഛനിവിടെ ആ ദിവസം 100 കണക്കിന് മക്കളെ ശിരസിൽ കൈവച്ച്
കുരിശുരൂപം വെച്ച് ആശീർവാദം കൊടുത്ത് സവിശേഷമായ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തനിക്കത് യോഗ്യതയില്ലാത്തത് കൊണ്ട് താൻ ദൂരെ മാറി നിന്ന് ശിരസ് കുനിച്ച് അമ്മയുടെ മുമ്പിൽ നിൽക്കുവാൻ, ഈശോയുടെ മുമ്പിൽ നിൽക്കുവാൻ, അച്ഛൻ്റെ ശുശ്രൂഷ സ്വീകരിക്കുവാൻ എനിക്ക് അത്ര കണ്ട് ആത്മീയ ശുദ്ധിയില്ലാത്തത് കൊണ്ട് അമ്മയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഈ നിമിഷം അച്ഛൻ പ്രാർത്ഥിക്കുന്നതിനൊപ്പം എൻ്റെ മേലും ഈശോയുടെ ആശീർവാദം വരണമേ എന്ന്. അത് കണ്ണു നിറഞ്ഞാണ് മകൾ അൾത്താരയിൽ അത് സൂചിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അത് കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് അവൾ ഗർഭിണിയാവുന്നത്, ആ ഗർഭകാലത്തുണ്ടായ വിവിധ പ്രതിസന്ധികളിൽ എല്ലാം ഓരോന്നും അമ്മ മാതാവ് അവൾക്ക് പൂർണ്ണമായും ആരോഗ്യത്തിലേക്ക് തന്നെ അവളെ അവസാനം വരെ എത്തിക്കുന്നത് 40-ാമത്തെ വയസ്സിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ദൈവം തരുന്നതിന് ഒരു പരിധി വെച്ചിട്ടുമില്ല. എപ്പോഴും സദാസന്നദ്ധനായി ജീവിതത്തിൻ്റെ ഏത് വിഷയത്തെയും ഏറ്റെടുക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ഈശോയുടെ അരികിൽ, അമ്മ മാതാവിൻ്റെ അരികിൽ പൂർണ്ണമായി നമ്മളെ സമർപ്പിക്കുവാൻ, ഉടമ്പടിയിൽ വിശ്വസിക്കുവാൻ, ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കുവാൻ സാധിക്കുന്നുണ്ട്. കുറവുകളുണ്ടെങ്കിൽ നമുക്ക് തിരുത്താം. കരുതലോടെ അനുഗ്രഹിക്കുന്നവൻ കൂടെ നിന്ന് നമ്മളെ സഹായിക്കും. ഈ കുടുംബത്തിനും ഈ ദമ്പതികൾക്കും അമ്മ മാതാവും ഈശോയും നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് നല്ല കരഘോഷത്തോടുകൂടി നമുക്ക് നന്ദി പറഞ്ഞ് ദൈവസന്നിധിയിൽ ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.